എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിന്റെ സോഷ്യൽ സ്റ്റഡീസ് 4th ചാപ്റ്റർ ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇറ 4th പാർട്ട്. അതായത് ആദ്യത്തെ 3 ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഈ പാഠം കുറേയേറെ പഠിച്ചു. ബാക്കി ഇന്ന് ഞാൻ പറയും. അപ്പം കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതിന്റെ ബാലൻസ് ആയിട്ടാണ് ഈ ഒരു ലെസൺ വരുന്നത്. നമുക്ക് കഴിഞ്ഞ പാഠത്തിലെ ബ്രിട്ടീഷുകാര്, പോർച്ചുഗീസുകാര്, ഫ്രഞ്ചുകാര്, ഡച്ചുകാരൊക്കെ ഇന്ത്യയിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം സ്ഥാപിച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യയിൽ നടന്നു വന്ന സമരങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് വന്ന ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും മഹത് വ്യക്തികളെക്കുറിച്ചും ഒക്കെയാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർമേഷൻ ഓഫ് ദ INC അത് പഠിച്ചു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എവിടെ, എങ്ങനെയെന്നൊക്കെ. എവിടെയായിരുന്നു? 1885 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത് കോളേജിൽ വെച്ച് INC രൂപീകൃതമായി എന്ന് നമ്മൾ പഠിച്ചു. INCയുടെ 3 ഫേസസിനെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തേത് ഏതായിരുന്നു? ആദ്യത്തേത് മോഡറേറ്റ് നാഷണലിസം, അടുത്തത് എക്സ്ട്രീം നാഷണലിസം, പിന്നെ ഗാന്ധിയൻ ഇറ. അത് 3 കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആദ്യം പറയുന്നത് ഇതിനെ കുറിച്ചാണ്, മോഡറേറ്റ് നാഷണലിസത്തിന്റെ പ്രധാന നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരൊക്കെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖല, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത, പിന്നെ ദാദാബായ് നവറോജി. അങ്ങനെ ദാദാബായ് നവറോജി ഡ്രെയിൻ തിയറി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എന്താണ്, നമ്മൾ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വന്നിരുന്നു. അതായത് ഈ മോഡറേറ്റ് നാഷണലിസം, അതായത് മോഡറേറ്റ്സിനെ ബ്രിട്ടീഷുകാർ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം എന്താണ്, അവർ വളരെ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയിരുന്നത്. അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്. എങ്കിൽ കൂടിയും അവർ കൊണ്ടുവന്ന പ്രമേയങ്ങളെയും പ്രതിഷേധങ്ങളെയും അർഹിക്കുന്ന പരിഗണന കൊടുക്കാതെ ബ്രിട്ടീഷുകാർ തള്ളിക്കളയുകയാണ് ചെയ്തത്. അത്രയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പൊ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. നമുക്ക് നോക്കാം എന്താണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സീറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. അതായത് ബംഗാൾ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ശക്തി കേന്ദ്രം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ബംഗാൾ ആയിരുന്നു. പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിംഗ് ലൈക്ക് ബ്രദേഴ്സ്. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു, ബംഗാളിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? സഹോദരന്മാരെ പോലെയായിരുന്നു. ദേ ഹാഡ് ബീൻ ക്യാരിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതായത് ബ്രിട്ടീഷുകാരുടെ ശക്തി കേന്ദ്രം ബംഗാൾ ആയിരുന്നു എങ്കിൽ കൂടിയും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതിൽ ബംഗാളുകാരും പിന്നിലല്ലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ശക്തി കേന്ദ്രം ബംഗാൾ ആയിരുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് പരസ്പരം വളരെ സ്നേഹം ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ബ്രിട്ടീഷുകാരെ എതിരിട്ടിരുന്നു. ബംഗാൾ വിഭജനം അവിടുത്തെ ജനങ്ങളിൽ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഡെയിലീസ്, പോയിറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഓപ്പോസിറ്റ് ദ പാർട്ടീഷൻ. അതായത് പത്രങ്ങളും കവികളും പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമെല്ലാം ഈ ബംഗാൾ വിഭജനത്തെ സ്ട്രോങ് ആയിട്ട് എതിർത്തിരുന്നു. The great poet Rabindranath Tagore made his stand on the partition explicit. He stated the East and West Bengal are the 2 chambers of the same heart which is made fertile by the Ganga and Brahmaputra. It is the warm blood originating from these vessels that flows through the arteries of Bengalis. അതായത് ഈ രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന നമുക്കറിയാവുന്ന മഹാനായ ഒരു കവിയാണ് അല്ലെ. അദ്ദേഹം എന്താണ് അഭിപ്രായപ്പെട്ടത്? ഗംഗയും ബ്രഹ്മപുത്രയും ചേർത്ത് ഫലഭൂഷ്ടമാക്കിയ ഹൃദയത്തിന്റെ 2 അറകളാണ് ഈ ഈസ്റ്റും വെസ്റ്റും ബംഗാൾ എന്ന് പറയുന്നത്. അത് വേർപിരിക്കുക എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അതിൽ നിന്നുള്ള രക്തമാണ് ബംഗാളിലെ ജനങ്ങളുടെ ഞരമ്പുകളിലൂടെ ഓടുന്നത്. അത് വെട്ടിമുറിക്കുക, ഒരേ രക്തം അല്ലെ, അത് വെട്ടിമുറിക്കുക എന്ന് പറയുന്നത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് ആര് പറഞ്ഞത്? ഈ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്. അപ്പോൾ ബംഗാളിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ പത്രങ്ങൾക്കും കവികൾക്കും എല്ലാവർക്കും അതുപോലെ തന്നെ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവരെല്ലാവരും ഒരുപോലെ എതിർത്ത ഒരു വിഷയമായിരുന്നു ബംഗാൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ ബംഗാൾ പാർട്ടീഷൻ അവർ മാറ്റിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമല്ലോ. അതേക്കുറിച്ച് നമുക്ക് പഠിക്കാം.
ബംഗാൾ ബേൺസ് എന്ന് പറഞ്ഞാൽ ബംഗാൾ എരിയുന്നു എന്ന് വെച്ചാൽ ബംഗാളിൽ ആരെങ്കിലും തീ കൊളുത്തി എന്നാണോ അർത്ഥം? അല്ല, ബംഗാളിൽ പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നു. എന്താണ് നമുക്ക് അവിടെ നടന്നതെന്ന് നോക്കാം. ദ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ സ്റ്റേർഡ് ബംഗാൾ. ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി പാർട്ടീഷൻ? അതായത് ബംഗാളിലെ ജനങ്ങൾ ഈ പാർട്ടീഷനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്തതെന്ന് നോക്കാം. ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, പ്രതിഷേധ യോഗങ്ങൾ കൂടി. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, അതായത് ഫോറിൻ സാധനങ്ങൾ, അതായത് വിദേശ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്തു. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, അതായത് വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്തു. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, അതായത് സംഘടിതമായിട്ടുള്ള പിക്കറ്റിങ്ങും മാർച്ചസും അതുപോലെ പ്രതിഷേധ യോഗങ്ങളും ഒക്കെ ഉപരോധങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ ജനങ്ങൾ വെറുതെ ഇരുന്നില്ല, അവർ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. എന്തൊക്കെയായിരുന്നു? പ്രതിഷേധ യോഗങ്ങൾ നടത്തി, അതുപോലെ വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചു കളഞ്ഞു, വിദേശ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്തു, ഇന്ത്യൻ ഗുഡ്സ് മാത്രം, അതായത് ഇന്ത്യൻ പ്രോഡക്ട്സ് മാത്രം പ്രൊമോട്ട് ചെയ്തു, ഇന്ത്യൻ പ്രോഡക്ട്സ് മാത്രം ഇനി ഉപയോഗിച്ചാൽ മതി എന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ദോഷകരമാകുന്ന പല കാര്യങ്ങളും ആര് ചെയ്തു? ബംഗാളിലെ ജനങ്ങൾ ചെയ്തു. അവിടെ ഒരു ബോക്സിൽ ബോയ്ക്കോട്ട് ഓഫ് ഷുഗർ എന്ന് കൊടുത്തിട്ടുണ്ട്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കുക എന്നർത്ഥം. ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ്, അതായത് വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് ദ അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അതായത് ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിക്കേട്ട ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു വിദേശ സാധനങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കുക, നമ്മുടെ രാജ്യത്തെ പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കുക. അത് നല്ലൊരു കാര്യമാണ്, അല്ലേ? The people were exhorted to boycott even wedding tea parties where foreign made sugar was used. അതായത് വിവാഹ വേദിയിൽ പോലും പുറത്തുനിന്ന് വരുന്ന ഷുഗർ ഉപയോഗിച്ച, അതായത് ഫോറിനിൽ നിന്ന് വരുന്ന ഷുഗർ ഉപയോഗിച്ച ചായ പോലും കുടിക്കാൻ ആര് തയ്യാറായില്ല? ഇന്ത്യക്കാർ തയ്യാറായിരുന്നില്ല. അതുപോലും അവർ ബഹിഷ്കരിച്ചു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അതായത് അന്ന് ധാരാളം പുറത്തു നിന്നുള്ള ഫാക്ടറികളിൽ നിന്നുള്ള പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അത് യൂസ് ചെയ്യാൻ പോലും ആര് തയ്യാറായില്ല? ബംഗാളിലെ ജനങ്ങൾ തയ്യാറായില്ല. അവർ പറഞ്ഞു എന്ത്? ബോയ്ക്കോട്ട് ഫോറിൻ പ്രോഡക്ട്സ്, അതായത് ഫോറിൻ പ്രോഡക്ട്സ് ഞങ്ങൾക്ക് വേണ്ട, ബഹിഷ്കരിക്കുക. യൂസ് ഇന്ത്യൻ പ്രോഡക്ട്സ്, അതായത് ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ദ നാഷണൽസ് പ്രൊമോട്ടഡ് ജാഗറി ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ. അതുപോലെ ഷുഗറിന് പകരമായിട്ട്, അതായത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ജാഗറി മീൻസ് ശർക്കര ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പം നമുക്കറിയാം അല്ലെ എത്രത്തോളം ബ്രിട്ടീഷുകാർ ബംഗാളുകാരുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചു എന്നതിന് തെളിവാണത്, അല്ലെ? ചെറിയ കാര്യങ്ങൾക്കൊന്നും, അതായത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, വളരെ സ്നേഹമുള്ളവരാണ് ബംഗാളിലെ ജനങ്ങൾ, വളരെ ഐക്യത്തിലാണ് അവർ കഴിയുന്നതെന്ന് പറഞ്ഞു. അവരെ വിഭജിച്ചു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം എന്താണ്? നമ്മുടെ രാജ്യത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരല്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അവരതിനെതിരെ പ്രതിഷേധിച്ചു. അപ്പോൾ ബംഗാളിൽ അത്രയും കാര്യങ്ങളാണ് ഉണ്ടായത്. Considering the intensity of the agitations, the British government was compelled to withdraw the partition. അതായത് ഈ പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ സ്വരങ്ങളുടെയും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന പ്രതിഷേധങ്ങളുടെ എല്ലാം ഫലമായിട്ട് ഈ ബംഗാൾ പാർട്ടീഷൻ റദ്ദ് ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാർ നിർബന്ധിതരായി. കാരണം നമ്മൾ പഠിച്ചു, അതായത് അവർ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് ഫോറിൻ പ്രോഡക്ട്സ് ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ ഫോറിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അത് വേണ്ട, ഞങ്ങൾ ഇനി ഇന്ത്യയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ നിന്നുള്ള വരുമാനം കുറയും. അപ്പോൾ അത് കാരണമായിരിക്കാം അവരെന്തിനു നിർബന്ധിതരായി? ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാൻ നിർബന്ധിതരായി. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യരെപ്പോഴും വിദേശ സാധനങ്ങളോടൊരു ആഭിമുഖ്യം, ഒരു ഇഷ്ടമൊക്കെ പുലർത്തുന്നവരാണ്. അതാണ് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഇഷ്ടത്തെ ചൂഷണം ചെയ്ത് അവർ ധാരാളം പണം ഇന്ത്യയിൽ നിന്നും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതാണ്
ഒരു കൂട്ടം സമര നേതാക്കൾ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിച്ചതും അത് ജനങ്ങളിലേക്ക് എത്തിച്ചതും. അപ്പോൾ അത് അവരുടെ വരുമാനത്തെ വളരെയധികം ബാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അതോടുകൂടി എന്താണ്, ഈ ബംഗാൾ പാർട്ടീഷൻ എന്ന് റദ്ദ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, അതായത് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്. The period of agitations followed by the partition of Bengal brought a new turn in the national movement and it was known as the period of extreme nationalism. നമുക്കറിയാം അതുവരെ ഒരു മോഡറേറ്റ് നാഷണലിസം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മിതവാദ ദേശീയതയായിരുന്നു INC ഫോളോ ചെയ്തിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോളോ ചെയ്തിരുന്നത് ഒരു മിതവാദ ദേശീയതയായിരുന്നു. ആ ബംഗാൾ വിഭജനം വന്നതോടുകൂടി എക്സ്ട്രീം നാഷണലിസത്തിലേക്ക് വന്നു. അതായത് എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ഏറ്റവും അറ്റത്ത്, അതായത് പ്രതികരിക്കുന്നതിന്റെ ഏറ്റവും കടുത്ത രീതികളിലേക്ക് അവർ വരികയാണ്. ഒരു തീവ്ര ദേശീയതയിലേക്ക് വരികയായിരുന്നു. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദീസ് വേസ് വേർ ബാല ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ്. അതായത് എക്സ്ട്രീം നാഷണലിസത്തിന്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് 3 പേരായിരുന്നു പ്രധാനമായിട്ടും. നമ്മൾ നേരത്തെ 4 പേരെ കുറിച്ച് പഠിച്ചു, അത് മറക്കരുത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന 3 പേരെ കുറിച്ചാണ്. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഈ 3 പേരെയും കൂടെ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്നു, ലാൽ ബാൽ പാൽ. ദേ വെർ ജോയിൻലി നോൺ ആസ് ലാൽ ബാൽ പാൽ. അപ്പോൾ എന്താണ് പറയുന്നത്, ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. അതായത് INCയിൽ അതുവരെ ഉണ്ടായിരുന്നത് ഒരു മിതവാദ ദേശീയതയായിരുന്നു. അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ സമീപിക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ഏറ്റവും കടുത്തൊരു നടപടി ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും പ്രതികരിച്ചാൽ പോരാ, അമിതമായിട്ട് പ്രതികരിച്ചാൽ പോരാ, കടുത്ത നടപടികൾ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് INC അവരുടെ സ്വഭാവം ഒന്ന് മാറ്റി അത് ഒരു എക്സ്ട്രീം നാഷണലിസത്തിലേക്ക് കടന്നു. എക്സ്ട്രീം നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഏറ്റവും കടുത്ത, അതായത് എനിക്ക് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമോ അതിന്റെ അങ്ങേയറ്റം. ആ എക്സ്ട്രീം നാഷണലിസത്തിന്റെ നേതാക്കന്മാരായിരുന്നു ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്. ഈ 3 പേരെയും കൂടി ചേർത്ത് ഒറ്റ പേരിൽ അറിയപ്പെട്ടിരുന്നു, ലാൽ ബാൽ പാൽ. അപ്പൊ അത് മറക്കരുത്, ലാൽ ബാൽ പാൽ. അപ്പൊ നമ്മൾ ഒരിക്കലും അത് മറക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ലാൽ എന്ന് പറയുമ്പോൾ തന്നെ ലാലാ ലജ്പത് റായ് ആണെന്നും, ബാൽ എന്ന് പറയുമ്പോൾ തന്നെ ബാലഗംഗാധര തിലക് ആണെന്നും, പിന്നീട് പാൽ എന്ന് പറയുമ്പോൾ ബിപിൻ ചന്ദ്രപാൽ ആണെന്നും ഏതൊരു ചെറിയ കുട്ടിയും ഓർത്തിരിക്കണം. കാരണം എന്താണ്, അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട ഒരു വികാരമാണ് ഈ 3 പേരും. അപ്പം നമ്മൾ അത് ഓർത്തിരിക്കണം. Activities of these leaders won country-wide attention and inspired the mass. അപ്പം നമുക്കറിയാം, മാസ് ചെയ്യുന്നവരെ എപ്പോഴും ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ആരാധകരുണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും മാസ്സായിട്ട് ചെയ്തിട്ട് ജനങ്ങളുടെ എല്ലാ അറ്റൻഷൻ നേടിയിട്ട് ഇപ്പം നമ്മൾ ഈ തമിഴ് സിനിമകളിലൊക്കെ കാണും, നായകന്റെ ഒരു എൻട്രി ഒക്കെ കാണും. തമിഴ് സിനിമകളിൽ മാത്രമല്ല മലയാളത്തിലാണെങ്കിൽ കൂടി നായകന്റെ എൻട്രി എന്ന് പറയുമ്പം അതൊന്ന് മാസ്സാക്കാൻ സംവിധായകർ ശ്രദ്ധിക്കും. കാരണം ജനങ്ങൾക്ക് പെട്ടെന്ന് ആരാധന തോന്നും. ആ ഒരു രീതിയിലാണ് ഇവർ 3 പേരും സമരരംഗത്തേക്ക് ഇറങ്ങിയത്. ആരൊക്കെ? ഈ ബിപിൻ ചന്ദ്രപാലും ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകനും. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ രാജ്യം മുഴുവൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ബാലഗംഗാധര തിലക് വാസ് ദ ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദ എക്സ്ട്രീം നാഷണലിസം. അതായത് എക്സ്ട്രീം നാഷണലിസത്തിന്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ആരായിരുന്നു? ബാലഗംഗാധര തിലകനായിരുന്നു. ഹി വാസ് റിവേർഡ് ആസ് ലോകമാന്യ. അദ്ദേഹത്തെ ലോകമാന്യ എന്ന പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു. അപ്പം ബാലഗംഗാധര തിലകനെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഹി വാസ് റിവേർഡ് ആസ് ലോകമാന്യ എന്ന് അറിയപ്പെട്ടിരുന്നു. ലോകമാന്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോഴും ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ട്രെയിൻ ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ലോകമാന്യ തിലക എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഒക്കെ ഉണ്ട്. ദ 2 ന്യൂസ് പേപ്പേഴ്സ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത് കേട്ടോ. ദ 2 ന്യൂസ് പേപ്പേഴ്സ് ഈ സ്റ്റാർട്ടഡ് വെയർ മറാത്ത ആൻഡ് കേസരി. അദ്ദേഹം സ്ഥാപിച്ച 2 പത്രങ്ങളാണ്. അതായത് തന്റെ ആശയങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള
തന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയും തന്റെ സമര രീതിയെ കുറിച്ച് കൂടുതൽ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം 2 പത്രങ്ങൾ സ്ഥാപിച്ചു. അത് മറാത്തയും കേസരിയുമായിരുന്നു. ഹി മെയ്ഡ് ദ ഫേമസ് സ്ലോഗൻ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. അതായത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. അതായത് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഐ മസ്റ്റ് ഹാവ് ഇറ്റ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. അപ്പോൾ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ സമര നായകനാണ് ആര്? തിലകൻ. ലോകമാന്യ തിലക്, അതായത് നമ്മുടെ ബാലഗംഗാധര തിലക്. അപ്പം ഈ 3 പേരിൽ എക്സ്ട്രീം നാഷണലിസത്തിന്റെ നേതാക്കന്മാര് 3 പേരായിരുന്നു. ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ. ഈ വിപിൻ ചന്ദ്രപാലിലും പിന്നെ അതുപോലെ ലാലാ ലജ്പത് റായിലും അവരെ 2 പേരിലേക്കായി കുറച്ചു മുന്നിൽ നിന്നിരുന്നത് ആരായിരുന്നു? ബാലഗംഗാധര തിലകായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള സ്ലോഗനാണ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്. അതായത് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. അപ്പം എന്താണ്, കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധ ഈ 3 പേരിലേക്ക് എത്തി. അപ്പം എക്സ്ട്രീം നാഷണലിസം പെട്ടെന്ന് തന്നെ ജനങ്ങളിൽ ആരാധന ഉണ്ടാക്കുന്നതായിരുന്നു. അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ മോഡറേറ്റ് ലീഡേഴ്സിനെയും എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെയും പേരുകൾ എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. മോഡറേറ്റ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 4 പേരുടെ പേര് എഴുതാം. ആരൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ദാദാബായ് നവറോജി, ഈ 4 പേരുടെ പേര് എഴുതാം. പിന്നീട് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, പിന്നെ ബിപിൻ ചന്ദ്രപാൽ, ബാൽ, അത് മറക്കരുത്. അപ്പം ഈ ബോക്സ് നമ്മളൊന്ന് ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. The All India Muslim League was formed by Aga Khan and Nawab Salimullah Khan in Dhaka in 1906 during the movement against the partition of Bengal. ബംഗാൾ വിഭജനത്തിനെതിരെ ധാക്കയിൽ 1906 നവാബ് സലീമുല്ല ഖാന്റെയും ആഗാ ഖാന്റെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അപ്പൊ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്തത് എവിടെയാണ്? ധാക്കയില. ഏത് വർഷം? 1906. ആരൊക്കെയായിരുന്നു നേതാക്കന്മാർ? ആഗാ ഖാനും നവാബ് സലീമുല്ല ഖാനും. അപ്പം ധാക്കയിൽ 1906 നവാബ് സലീമുല്ല ഖാന്റെയും ആഗാ ഖാന്റെയും നേതൃത്വത്തിൽ ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അപ്പം അത്രയുള്ള ആ മുസ്ലിം ലീഗിനെ കുറിച്ച് അത്രേ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂററ്റ് വിഭജനം. അത് സൂററ്റിനെ വിഭജിച്ചു എന്നല്ല അർത്ഥം, അതിന് വേറൊരു അർത്ഥമാണുള്ളത്. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. The national movement became stronger with the agitations against the partition of Bengal. ബംഗാൾ വിഭജനത്തിൽ നടന്ന പ്രശ്നങ്ങളോടുകൂടി ദേശീയ പ്രസ്ഥാനം ഒന്നുകൂടി ശക്തിപ്പെട്ടു. ഇൻ ദിസ് പീരീഡ്, ഈ കാലഘട്ടത്തിലാണ് there was growing difference of opinion between the moderates and the extremists. അതായത് ഈ മോഡറേറ്റ്സ് മിതവാദ ദേശീയതക്കാരും തീവ്രത ദേശീയതക്കാരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം, കാലങ്ങളായിട്ട് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അതൊന്ന് ശക്തിപ്പെട്ടു. അതായത് രണ്ടുപേരുടെയും സമര രീതി വ്യത്യസ്തമായിരുന്നു. 2 രീതിയും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന രീതി വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? ഓരോ തവണയും, അതായത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. ഒരാൾക്ക് എന്താണ്? മിതവാദ ദേശീയതയാണ്. അവർ എങ്ങനെയാണ്? വളരെ സമാധാനപരമായിട്ട് അത് അപ്പം തന്നെ ബ്രിട്ടീഷുകാർ റിജക്ട് ചെയ്യുകയും ചെയ്യും. മറ്റേത് എങ്ങനെയാണ്? എക്സ്ട്രീമാണ്. എന്തായാലും എക്സ്ട്രീം, അതിന്റെ എക്സ്ട്രീമായിട്ട് അവർ പ്രതികരിക്കും. അപ്പൊ 2 പേരും തമ്മിൽ തുടക്കത്തിൽ മുതലുണ്ടായിരുന്ന ഒരു ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം വളർന്നു വന്നു. It led to the split in the Congress at its All India session at Surat in 1907. അതായത് 1907 സൂറത്തിൽ നടന്ന കോൺഗ്രസ് സെഷനിൽ വെച്ച് എന്താണ്? ഇവർ തമ്മിൽ വേർപിരിയാൻ തീരുമാനിച്ചു. It temporarily weakened the activities of the national movement. സ്വാഭാവികമായിട്ടും ഇത് ഒന്ന് ദുർബലപ്പെടുത്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒന്ന് ദുർബലപ്പെടുത്തി. കാരണം എന്താണ്? ഒരുമിച്ച് നിന്ന 2 ശക്തികൾ വേർപിരിയുകയാണ്. മിതവാദ ദേശീയതക്കാരും തീവ്ര ദേശീയതക്കാരും വേർപിരിയുകയാണ്. കാരണം എന്താണ്? അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതായത് അവർ 2 കൂട്ടരും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അവർക്ക് 2 പേർക്കും അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതായത്
അതായത് ഒരമ്മയുടെ 2 മക്കളാണെങ്കിൽ കൂടി ഒരാൾ വളരെ സോഫ്റ്റ് ആയിട്ടും ഒരാൾ വളരെ ഹാർഡായിട്ടും പെരുമാറുന്ന ആളാണെങ്കിൽ എന്താണ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസമായിരുന്നു ഈ മിതവാദ ദേശീയതക്കാരും തീവ്ര ദേശീയതക്കാരും തമ്മിൽ ഉണ്ടായിരുന്നത്. സൂററ്റ് വിഭജനം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1907 സമ്മേളനത്തിൽ, സൂററ്റിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2 വിഭാഗങ്ങളായ മിതവാദ ദേശീയതക്കാരും തീവ്ര ദേശീയതക്കാരും 2ആയിട്ട് പിരിഞ്ഞു. അത് കോൺഗ്രസിനെ സ്വാഭാവികമായിട്ടും ചെറുതായിട്ടൊന്ന് ദുർബലപ്പെടുത്തി. അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോം റൂൾ മൂവ്മെന്റ്. ഹോം റൂൾ മൂവ്മെന്റ് എന്താണെന്ന് നോക്കാം. ദ കോൺഗ്രസ് സപ്പോർട്ടഡ് ബ്രിട്ടൻ ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ വിത്ത് ദ ഹോപ്പ് ദാറ്റ് ഇന്ത്യ വുഡ് ബി ഗ്രാൻഡഡ് ഓട്ടോണമി ആഫ്റ്റർ ദ വാർ. അതായത് ഇന്ത്യ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നു? INCക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്നു. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമാകുമെന്ന്, അതായത് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് ആ ഒരു പ്രതീക്ഷയിൽ 1ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണയ്ക്കാൻ INC തീരുമാനിച്ചു. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത ഒരു തെറ്റായ തീരുമാനം കൂടിയായിരുന്നു അത്. കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രം കൂടിയായിരുന്നു അത്. സ്വാതന്ത്ര്യം കൊടുക്കാം എന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തുക എന്നൊരു തന്ത്രമായിരുന്നു അവർ പ്രയോഗിച്ചത്. അതിൽ ഇന്ത്യക്കാർക്ക് ഒരുപാട് മരണം സംഭവിച്ചു. ഇന്ത്യക്കാരായ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു 1ാം ലോക മഹായുദ്ധത്തിൽ. 1ാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ 1914 1ാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ കൊടുക്കുകയായിരുന്നു INC ചെയ്തത്. എന്തുകൊണ്ട്? യുദ്ധത്തിന് ശേഷം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് INC അത് ചെയ്തത്. പക്ഷേ അവരുടെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു അത്. ഡ്യൂറിംഗ് ദിസ് ടൈം ദ ഹോം റൂൾ മൂവ്മെന്റ് ലെഡ് ബൈ അനി ബസന്റ് ആൻഡ് ബാലഗംഗാധർ തിലക് kept the national movement alive. അതായത് ആ ഒരു ടൈമിലാണ് ഹോം റൂൾ മൂവ്മെന്റുമായിട്ട് ആരൊക്കെ വരുന്നത്? ബാലഗംഗാധര തിലകനും ആനി ബസന്റും. അപ്പോൾ ആനി ബസന്റും ബാലഗംഗാധര തിലകനുമായിരുന്നു എന്തിന്റെ നേതാക്കന്മാർ? ഹോം റൂൾ മൂവ്മെന്റിന്റെ നേതാക്കന്മാർ. ആരാണ് ആനി ബസന്റ്? ബാലഗംഗാധര തിലകനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അദ്ദേഹം ആരാണെന്ന് പറഞ്ഞു? സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നും ബ്രിട്ടീഷുകാരോട് ഉറക്കെ പ്രഖ്യാപിച്ച ധീരദേശാഭിമാനിയാണ് ബാലഗംഗാധര തിലകൻ. ആരാണ് ആനി ബസന്റ്? ആരെന്ന് നോക്കാം. The Irish lady who was attracted to the Indian culture and took Indian citizenship in 1893. അതായത് ആനി ബസന്റ് എന്ന് പറയുന്നത് ഒരു ഐറിഷ് വനിതയാണ്. അവർ ഇന്ത്യയുടെ കൾച്ചറിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായിട്ട് 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. ഷീ സ്റ്റാർട്ടഡ് ഹോം റൂൾ മൂവ്മെന്റ് ഇൻ 1916. 1916 ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങി വെച്ചത് ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. അപ്പോൾ ആനി ബസന്റ് ആരായിരുന്നു? ഐറിഷ് വനിതയാണ് അവർ, അയർലൻഡുകാരി. അവരെന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഇന്ത്യൻ കൾച്ചറിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഒരു വനിതയാണ് അവർ. അപ്പോൾ അവരാണ് എന്ത് തുടങ്ങി വെച്ചത്? ഈ ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങി വെച്ചത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ലക്നൗ പാക്ട് ആണ്. എന്താണ് ലക്നൗ പാക്ട് എന്ന് നോക്കാം. ദ ലക്നൗ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ 1916 when the home rule movement were active. അതായത് 1916 ലക്നൌവിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ ഹോം റൂൾ മൂവ്മെന്റ് വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ വർഷവും സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. ഓരോ വർഷവും നടക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ വെച്ചാവും. അപ്പോൾ 1916 എവിടെ വെച്ചാണ് നടന്നത്? ലക്നൌവിൽ വെച്ചാണ്. The moderates and extremists who split in the Surat session decided to give up their difference of opinion and joined together. അവിടെ വെച്ചൊരു നല്ല കാര്യം സംഭവിച്ചു. അതായത് 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ച് വേർപിരിഞ്ഞ 2 പേരുണ്ട്. ആരൊക്കെ? എക്സ്ട്രീം നാഷണലിസ്റ്റും പിന്നെ അതുപോലെ തന്നെ മോഡറേറ്റ്സും. ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ യോജിച്ചു. തങ്ങളുടെ അഭിപ്രായ ഭിന്നതകളെല്ലാം മറന്ന് യോജിച്ച് ഒന്നിച്ചു നിൽക്കാൻ അവർ
തീരുമാനിച്ചു. അപ്പോൾ സൂററ്റിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വേർപിരിഞ്ഞ മിതവാദ ദേശീയതക്കാരും തീവ്ര ദേശീയതക്കാരും തമ്മിൽ ഒരുമിക്കാൻ ലക്നൗ സമ്മേളനത്തിൽ വെച്ച് തീരുമാനമായി. അതായിരുന്നു ലക്നൗ സമ്മേളനത്തിന്റെ പ്രത്യേകത. അപ്പൊ 1907 വേർപിരിഞ്ഞ രണ്ട് കൂട്ടർ 1916 നടന്ന സമ്മേളനത്തിൽ, അതായത് നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിക്കുകയാണ്. ദേ ആൾസോ ഡിസൈഡഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇൻ ദ ആന്റി ബ്രിട്ടീഷ് അജിറ്റേഷൻസ്. വേറൊന്നുകൂടി തീരുമാനമായി. ആ ഒരു സെഷനിൽ വെച്ച് തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. അതായത് അവരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു. കാരണം എന്താണ്, അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ബംഗാൾ വിഭജനത്തിന് വളരെ വലിയ അജിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കിയവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൂടെ നിർത്താൻ ആര് തീരുമാനിച്ചു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ഹോം റൂൾ മൂവ്മെന്റുകാരും അതുപോലെ മിതവേദ ദേശീയതക്കാരും തീവ്രവാദ ദേശീയതക്കാരും അതുപോലെ ഇന്ത്യൻ മുസ്ലിം ലീഗും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും എല്ലാം ഒരുമിച്ച് ചേരാൻ തീരുമാനിച്ചു. അപ്പോൾ ലക്നൗ സമ്മേളനം ഒരു വളരെ വലിയ ഒരു സംഭവം തന്നെ ആയിരുന്നു. അത് മെയിൻ ആണ്. അപ്പം ഓർത്തിരിക്കുമല്ലോ ഇനി. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തുടക്കം സതി നിർത്തലാക്കിയ രീതികളെ കുറിച്ച് പറഞ്ഞു, ദേശീയ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, രാജാറാം മോഹൻ റോയ്, പിന്നെ ദയാനന്ദ സരസ്വതി, ജ്യോതിറാവു ഫുലെ, അങ്ങനെ നേതാക്കന്മാരെ കുറിച്ച് പഠിച്ചു. അവർ സ്ഥാപിച്ച സംഘടനകളെ കുറിച്ച് പഠിച്ചു. സ്വാമി വിവേകാനന്ദനെ കുറിച്ച്, സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് അങ്ങനെ പഠിച്ചു വന്നു. നമ്മൾ പിന്നീട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് വന്ന ചെറിയ പ്രശ്നങ്ങളെ കുറിച്ചു, പ്രതിഷേധങ്ങളെ കുറിച്ച് പഠിച്ചു. അതിനൊന്നും ഒരു സംഘടിത സ്വഭാവമില്ലായിരുന്നു. പിന്നീട് INC രൂപപ്പെട്ടു. 1885 INC രൂപപ്പെട്ടു. അതിനുശേഷം INCയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് പഠിച്ചു. മിതവാദ ദേശീയതയെ കുറിച്ച് പഠിച്ചു, തീവ്രവാദ ദേശീയതയെ കുറിച്ച് പഠിച്ചു. പിന്നീട് ബംഗാൾ വിഭജനവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നീട് 1916 എന്താണ് INCയും മിതവാദ ദേശീയതയും ഹോം റൂൾ മൂവ്മെന്റും അതുപോലെ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒന്നായി ഇരുന്ന് അവിടെ വരെ പഠിച്ചാണ് നമ്മളിപ്പോ നിർത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. അപ്പം 4ാമത്തെ ചാപ്റ്റർ നമ്മൾ തീർത്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും ഏതെങ്കിലും സംശയമുള്ള പാഠങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ അതിന്റെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.